എന്ന് വേണ്ട കാര്യം. ഞാൻ എങ്ങനെ ഇതിനകത്ത് വന്നതെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ എങ്ങനെ വന്നിട്ട് വരുന്നത് സത്യം പറഞ്ഞ ആളെയൊക്കെ മാതൃകയായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഞാൻ ഈ പൈക്കിൽ കൂടി പറയാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ദൂരെ നിന്നാലും കേൾക്കും, പക്ഷെ നിങ്ങൾ കേൾക്കണം. ഞങ്ങളിവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ട് കാര്യമില്ല. അതേമാതിരി അച്ചടക്കം ലഹരിയായിട്ടും ഈ സമൂഹത്തിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളുണ്ട്, പിള്ളേരുണ്ടെങ്കിൽ അവരെ നമുക്ക് നമസ്കാരം. വിവൺ ആലുവയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓഫീസ് ഉദ്ഘാടനം മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീമതി ഫസീല ബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ യുവാക്കൾ മൊബൈലിന്റെ കൈപ്പിടിയിലാണെന്നും കൂടുതൽ കായിക കലാരംഗങ്ങളിലേക്ക് യുവാക്കൾ അടുക്കുവാൻ പഴയകാല ക്ലബ്ബുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഞ്ചേരി ചീഫ് മജിസ്ട്രേറ്റും നാട്ടുകാരിയും കൂടിയായ ശ്രീമതി ഫസീല ബക്കർ ക്ലബിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ തലമുറയിലുള്ള യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു കൂട്ടുകെട്ടിൽ ഉപരി, അവരുടെ പരിമിതമായിട്ടുള്ള കൂട്ടുകെട്ടിൽ ഉപരി വേറെ വലിയ ഒരു നാട്ടിലെ മറ്റുള്ള എല്ലാ കുട്ടികളുമായിട്ട് കൂട്ടുകാരുണ്ടാവുക എന്നുള്ള ആ ഒരു രീതി ഇന്നത്തെ കുട്ടികൾക്കില്ല. അവര് മൊബൈലും വാട്സാപ്പും അതല്ലെങ്കിൽ ഇന്റർനെറ്റിലും കുടുങ്ങിക്കൊണ്ട് അവരുടെ വീടുകളിൽ നിന്നും അതിൽ കൂടി ഉണ്ടാക്കുന്ന കൂട്ടുകാരിലോ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ക്ലബുകളുടെ പ്രസക്തി ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു വർത്തമാന കാലമാണ് ഇത്. അതുകൊണ്ടും ഇങ്ങനെ ഒരു ക്ലബിന് നിങ്ങൾ 2007 പ്രവർത്തിച്ച ഈ ക്ലബിനെ ഇപ്പോഴെങ്കിലും ഒരു സ്ഥായിയായിട്ടുള്ള സ്വഭാവത്തിൽ ഒരു ഓഫീസ് ഉണ്ടാക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ ക്ലബിന്റെ പ്രവർത്തനം തുടർന്ന് എല്ലാ രംഗങ്ങളിലേക്കും വളർന്നു വരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ ക്ലബ് മുഖാന്തരമെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കായിക സാംസ്കാരിക രംഗങ്ങളിൽ ഒരാളെങ്കിലും മുന്നോട്ട് കൊണ്ടുവരാൻ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചാൽ ഈ ക്ലബിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് അതിനെ കരുതാം. അതുപോലെ കീഴ്മാട് 6ാം വാർഡ് മെമ്പർ രതീഷ് ടിആറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഉസ്മാൻ വാരിക്കാട്ടുകൂടി, പെറ്റൽസ് ഗ്രൂപ്പ് ഓണർ ഷാനവാസ് എം, സാമൂഹ്യ പ്രവർത്തകനും ലൈഫ് കെയർ ഫൗണ്ടേഷൻ ചെയർമാനും കൂടിയായ മുജീബ് കുട്ടമശ്ശേരി, സാമൂഹ്യ പ്രവർത്തകൻ നാരായണൻകുട്ടി, യുവ ക്ലബ് സെക്രട്ടറി സാജൻ കുട്ടമശ്ശേരി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ക്ലബ് മുൻ പ്രസിഡന്റ് രഞ്ജു ടിആർ നന്ദിയും രേഖപ്പെടുത്തി. മധുരപലഹാര വിതരണവും പാട്ടും മത്സരങ്ങളുമായി നാടൊട്ടുക്ക് ആഘോഷമായി V1 ആലുവ പകർത്തിയ ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങിലെ ദൃശ്യങ്ങളിലേക്ക്. മണ്ണിൽ നിനക്ക് ഒരിടം ആലുവ സ്മൈൽ